ഹായ് ഗൈസ്, ഇന്ന് അമ്മ വീട്ടിലില്ലായിരുന്നു, പുറത്ത് പോയേക്കായിരുന്നു. അപ്പോൾ ലഞ്ചിൻ്റെ പ്രിപ്പറേഷനൊക്കെ ഞാനാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഞാൻ പരിപ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് പച്ചക്കറി വാഴയ്ക്കും തക്കാളിയാണ്, അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അരപ്പിലേക്ക് വേണ്ടിയുള്ള തേങ്ങ ഞാനിവിടെ ചിരകി എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് പരിപ്പ് വെന്ത് വിസിൽ വന്നപ്പോൾ ഞാനതൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലൂടെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വാഴയ്ക്കും തക്കാളി ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി, അതുപോലെ മുളക് പൊടി, ഉപ്പ്, അതുപോലെ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കുക്കർ അടച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി 3 വിസിൽ വന്നാൽ അത് ഓഫ് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്ക് ഞാൻ നേരത്തെ ചിരകി വെച്ച തേങ്ങ അരപ്പിന് വേണ്ടി റെഡിയാക്കാണ്. തേങ്ങയും ചെറിയുള്ളിയും വെള്ളം ചേർത്ത് ഞാൻ നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. ജീരകം ചേർക്കാം, പക്ഷെ ഞാൻ ചേർത്തിട്ടില്ല. അപ്പം അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് 3 വിസിൽ വന്നപ്പോൾ ഞാൻ കുക്കർ ഓഫ് ചെയ്തു. പിന്നെ പയറാണ് ഉപ്പേരി, അപ്പോൾ ഞാൻ പയർ അരിഞ്ഞെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കറിയിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഓണാക്കി കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കറി തിളച്ച് വന്നപ്പം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറി തിളച്ച് വന്നപ്പോൾ ഓഫ് ചെയ്തു. അപ്പോൾ അതിന് വറവിടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയും അതിലോട്ട് കടുക്, തേങ്ങ ചിരകി വെച്ചത് അതിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വറവ് അതിലോട്ട് കറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇതിലും ആഡാക്കാം, പക്ഷേ ഞാൻ നേരത്തെ ഇട്ട് കൊടുത്തുകൊണ്ട് ഇതിൽ ആഡാക്കിയിട്ടില്ല. അങ്ങനെ കറി വറവിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഉപ്പേരീൻ്റെ പ്രിപ്പറേഷനാണ് നോക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു, പിന്നെ കടുക് ഇട്ട് കൊടുത്തു, അതുപോലെ ചുവന്ന വറ്റൽമുളക് ഇട്ട് കൊടുത്തു. പിന്നെ ഉപ്പേരി അരിഞ്ഞു വെച്ച പയറിൽ വെള്ളം ഓൾറെഡി പാർന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളകി കൊടുത്ത് വേവിക്കാൻ വെക്കുന്നുണ്ട്, അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ആ ടൈമിലേക്ക് മോരുണ്ടാക്കുകയാണ്. ചെറിയുള്ളി, പച്ചമുളക്, ഉപ്പ്, തൈരൊക്കെ ചേർത്തിട്ട് മോരും അടിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് മോര് ഇവിടെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഉപ്പേരി ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്കും മോരും റെഡിയായി, പച്ചക്കറിയും റെഡിയായി. പിന്നെ ഞാൻ ചമ്മന്തി അരയ്ക്കാൻ വിചാരിച്ചു. അപ്പം തേങ്ങയും ചെറിയുള്ളിയും വറ്റൽമുളകും ഉപ്പും ചേർത്തിട്ട് ചമ്മന്തി അരച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പപ്പടം കാച്ചാണ്. ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് പപ്പടം അതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് പപ്പടം ഞാൻ കാച്ചിയെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ചോറ് അമ്മ പോകുന്നതിന് മുന്നേ റെഡിയാക്കി വെച്ചുകൊണ്ട് അതുണ്ടായിരുന്നു. പിന്നെ അമ്മ പോയി വന്ന്, അപ്പോൾ അമ്മ ഫിഷ് കറി ഉണ്ടാക്കി, അയലക്കറി ഉണ്ടാക്കി. അതുപോലെ അച്ഛൻ്റെ ചേച്ചീൻ്റെ വീട് ഇവിടെ അടുത്താണ്, അപ്പോൾ അവിടുന്ന് ഫിഷ് ഫ്രൈയും കൊണ്ടു തന്നു. പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കഴുകി കിച്ചണൊക്കെ ഞാൻ ക്ലീനാക്കി. അടിച്ചു വാരാനുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ചെയ്ത് ഞാൻ പോയി കുളിച്ച് അത് കഴിഞ്ഞേരെ ഫുഡും കഴിച്ചു. അത്രേ ഉള്ളൂ.